രാജ്യമാണ് പ്രധാനം, രാജ്യത്തെക്കാൾ വലുതായി ഒന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത് എന്നുള്ളതാണ്. അദ്ദേഹം രാജസ്ഥാനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 22 ആക്രമണത്തിന് മറുപടിയായി 22 മിനിറ്റിനുള്ളിൽ 9 വലിയ ഭീകര ഒളിത്താവളങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചുവെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും രാജ്യത്തിന് മുമ്പിൽ പ്രസ്താവിച്ചു. 26 സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച ആക്രമണം അടിയന്തര നടപടിക്ക് കാരണമായി. ഓപ്പറേഷൻ സിന്ദൂർ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ലക്ഷ്യമിട്ടു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത്. രാജ്യത്തെക്കാൾ പ്രാധാന്യം ഒന്നിനുമില്ല എന്ന് രാജസ്ഥാൻ നമ്മെ പഠിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 22 തീവ്രവാദികൾ നമ്മുടെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മതം ചോദിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചു. സിന്ദൂർ നമ്മുടെ സഹോദരിമാരുടെ പഹൽഗാമിൽ ഉതിർത്ത വെടിയുണ്ടകൾ 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിലാണ് തുളച്ചു കയറിയത്, ഹൃദയങ്ങളെയാണ് മുറിവേൽപ്പിച്ചതെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിന് മറുപടിയായി ഭീകരരെ അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ശിക്ഷിക്കുമെന്ന് മുഴുവൻ രാഷ്ട്രവും പ്രതിജ്ഞയെടുത്തുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. നമ്മുടെ സായുധ സേനയുടെ വീര്യത്താൽ പാകിസ്ഥാൻ കീഴടങ്ങാൻ നിർബന്ധിതരായി. ഏപ്രിൽ 22 ആക്രമണത്തിന് മറുപടിയായി വെറും 22 മിനിറ്റിനുള്ളിൽ തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടു. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം ലക്ഷ്യമിടുമ്പോൾ തിരിച്ചടി ശത്രുവിനെ അതിൻ്റെ കാതലിലേക്ക് പിടിച്ചുലയ്ക്കുമെന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്നും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂട്ടിച്ചേർത്തു. സിന്ദൂർ തുടച്ചു നീക്കാൻ ശ്രമിച്ചവർ പൊടിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഏപ്രിൽ 22 തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ മതം തിരിച്ചറിഞ്ഞ ശേഷം അവരുടെ സിന്ദൂരം തുടച്ചു മാറ്റി. പഹൽഗാമിലെ ആക്രമണം നടന്നത് അങ്ങനെയാണ്. പക്ഷേ വെടിയുണ്ടകൾ 1.4 ബില്യൺ ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിലാണ് തുളച്ചു കയറിയത്. സിന്ദൂർ തുടച്ചു നീക്കിയവരുടെ ജീവിതം തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഒരേ സ്ഥലത്തിൽ ഐക്യപ്പെട്ട ഓരോ ഇന്ത്യക്കാരനും തീവ്രവാദത്തെ ഇല്ലാതാക്കാനും സങ്കല്പിക്കാവുന്നതിനും അപ്പുറമുള്ള ശിക്ഷ ഉറപ്പാക്കാനും തീരുമാനിച്ചു. അത് അവരുടെ ധൈര്യം കൊണ്ടാണ്. ഇന്ത്യൻ സായുധ സേനകൾ ഇന്ന് നമ്മൾ ശക്തമായി നിലകൊള്ളുന്നതിന് കാരണം ഇന്ത്യയുടെ സായുധ സേനകളാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകി. 3 സേനകളും ഒരുമിച്ച് ഒരേ കൈമെയ്യോടെ വളരെ ഫലപ്രദമായ ഒരു തന്ത്രം ആവിഷ്കരിച്ചു. അത് പാകിസ്ഥാനെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ന് രാജസ്ഥാനിലെ ബിക്കാനീർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി റെയിൽവേ, റോഡ്വേ, വൈദ്യുതി, ജലം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഊർജ്ജ മേഖലകളിലെ നിരവധി വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. 18 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 86 ജില്ലകളിലായി 1100 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച 103 പുനർവികസിത അമൃത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യുമെന്നും 26,000 കോടിയിലധികം രൂപ ചെലവിൽ മറ്റ് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇന്ന് അദ്ദേഹം രാജസ്ഥാൻ സന്ദർശിക്കുന്ന വേളയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.